എല്ലാവർക്കും ഒരിക്കൽ കൂടി മരിയാസ് റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പരിപ്പ് വടയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഒരു 6 മണിക്കൂറെങ്കിലും കുതിരാൻ വെച്ചെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പരിപ്പ് വട ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ കടലപ്പരിപ്പാണ് പരിപ്പ് വടയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. വടപ്പരിപ്പെന്ന് പറഞ്ഞാൽ മേടിക്കാൻ കിട്ടും, അതുപയോഗിച്ചാലും മതി. ആദ്യം തന്നെ 2-3 പച്ചമുളക്, 1-2 വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടണം. മിക്സിയിൽ ചതച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് മിക്സിയിൽ നിന്ന് മാറ്റാതെ തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ പരിപ്പ് അരയ്ക്കാതെ മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ പരിപ്പ് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. വട ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം, അത്രയും അങ്ങ് അരഞ്ഞു കിട്ടിയാൽ മതി. അരച്ചെടുത്തിരിക്കുന്ന പരിപ്പിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ അരയ്ക്കാതെ മാറ്റി വെച്ചിരുന്ന കടലപ്പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ കൂട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അഥവാ ഇനി പരിപ്പ് വടയ്ക്ക് ഷേപ്പ് കിട്ടുന്നില്ലെന്ന് തോന്നുവാണെങ്കിലും കുറച്ച് കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ഷേപ്പായിട്ട് പൊട്ടിപ്പോകാതെയും കിട്ടും. ഇനി നമുക്ക് പരിപ്പ് വട ഷേപ്പ് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ബോൾ പോലെ ചെയ്തെടുക്കണം. അതിനുശേഷം കൈപ്പത്തി കൊണ്ട് ഇതുപോലെയൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പായിട്ടുള്ള പരിപ്പ് വട കിട്ടും. ഇതുപോലെ പരിപ്പ് വട ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ കൈവിരൽ കൊണ്ട് ഷേപ്പ് ചെയ്തെടുക്കരുത്. ഇതുപോലെ കൈക്കകത്ത് വെച്ചിട്ട് വേണം ഷേപ്പ് ചെയ്തെടുക്കാൻ. ഇനി എണ്ണ നന്നായിട്ട് ചൂടായോ എന്ന് നോക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം പരിപ്പ് വട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം തീയൊന്ന് കുറച്ചിട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് പരിപ്പ് വട ഉണ്ടാക്കിയെടുത്താലേ പരിപ്പ് വടയുടെ അകം നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഒരു സൈഡ് കുറച്ച് റെഡിയായി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ 2-3 പ്രാവശ്യം മറിച്ചിട്ടതിന് ശേഷം പരിപ്പ് വട റെഡിയാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വടയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഈ പരിപ്പ് വടയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.